ഞാനിന്ന് രാവിലെ തന്നെ ചക്കപ്പണിയിലാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണെങ്കിലും ഇതൊക്കെ കൊത്തി ഇണിഞ്ഞ് എടുക്കുമ്പോഴേക്കും ഒരു സമയമാവും എന്നുള്ളതാണ്. ഏകദേശം ഒന്ന് പകുതിയായി വരുമ്പോഴേക്കും ആമിക്കുട്ടി എണീച്ചു. പിന്നെ ഫുഡൊക്കെ കൊടുത്ത് കുളിയൊക്കെ കഴിഞ്ഞിട്ട് അമ്മമ്മേൻ്റെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് ആക്കിയിട്ടുണ്ട്. അങ്ങനെ വീണ്ടും ചക്കപ്പണിയിലേക്ക് കിടക്കുക. ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കി ഇട്ടിട്ട് ഒരു പുഴുക്ക് ഉണ്ടാക്കാൻ തന്നെ വിചാരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ നീച്ചൂട്ടിയും കൂടെ വന്നു. സത്യം പറഞ്ഞ മോള് വന്നപ്പോൾ കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ടാണ്. മോള് പെട്ടെന്ന് തന്നെ എല്ലാം സെറ്റാക്കി തന്നിട്ടുണ്ട്. കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും അതുപോലെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ ഒറ്റ വിസിൽ അടിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോഴേക്കും ഏകദേശം വെന്ത് കിട്ടും. അപ്പോഴാണ് തേങ്ങ ഇല്ലാന്ന് ഓർത്തത്. അപ്പോൾ തേങ്ങ പൊളിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര പണിയാണ്. പണ്ടൊക്കെ പിന്നെയും ചെയ്യുമായിരുന്നു. ഇപ്പോൾ ശീലമില്ലാത്തതുകൊണ്ട് തീരെ പറ്റുന്നില്ല. അങ്ങനെ തേങ്ങയോ വാലിച്ച് ഒരു മൽപ്പിടുത്തം തന്നെ നടത്തി ലാസ്റ്റ് ഒടുവിൽ സക്സസ്ഫുള്ളി ഒരു തേങ്ങ ഉരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഇതാ വേർത്ത് നാശകോശമായിട്ടുണ്ടായിരുന്നേ. അപ്പോഴേക്കും ആമിക്കുട്ടി അമ്മമ്മയും കൂടെ അമ്മേനെ തപ്പി വന്നിട്ടുണ്ടായിരുന്നേ. കുറച്ച് നേരം അമ്മേൻ്റെ കൂടെ നിന്നാലേ ബാക്കി കളി കളിക്കൂട്ടെ. പോരാത്ത നല്ല ഉറക്കവും വന്നിട്ടുണ്ടായിരുന്നു. മേലേ മേലേ മാനം മാനം. അങ്ങനെ യാമിക്കുട്ടീനെ ഉറക്കി വരുമ്പോഴേക്കും അമ്മ നല്ല ഷെയ്ക്കൊക്കെ അടിച്ചു തന്നിട്ടുണ്ടായിന്. അത് കുടിച്ചപ്പോൾ തന്നെ ഏകദേശം ക്ഷീണമൊക്കെ മാറിയിട്ടുണ്ട്. അങ്ങനെ വീണ്ടും കിച്ചണിലേക്ക് പോയിട്ട് അതിനുള്ള അരപ്പ് റെഡിയാക്കുവാണ്. കുറച്ച് ജീരകവും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് തേങ്ങയും കൂടി ഇട്ട് അരപ്പ് ആക്കി ചക്കയിലേക്ക് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനിടയിൽ കുറച്ച് വെളുത്തുള്ളി കൂടി ഇട്ടിട്ടുണ്ടായിന്. എന്നിട്ട് ഉഴുന്നുപരിപ്പും കടുകും കറിവേപ്പിലയും വറ്റൽമുളകും എല്ലാം കൂടെ വറുത്തിട്ടപ്പോൾ നമ്മുടെ ചക്കപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. ഈ കത്തിയിലുള്ള ചക്കപ്പശ കളയാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. എല്ലാവരും മിക്കവാറും അങ്ങനെയായിരിക്കും ചെയ്യാറുള്ളത്. തീയിൽ നല്ലോണം ഒന്ന് ചൂടാക്കിയിട്ട് പേപ്പറിൽ ഉരച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് മാറി കിട്ടും. ഇനിയിപ്പോൾ കാര്യമായിട്ട് പണിയൊന്നുമില്ല. യാമിക്കുട്ടി എണീക്കുന്നവരെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക. അതിനായിട്ട് കുറച്ച് നട്ട്സൊക്കെ എടുത്തിട്ട് നിച്ചുട്ടിയുടെ പോവാണ്. ഇനി കുറച്ച് നേരം നിച്ചൂസ് ടൈം.